ഹായ് ഹലോ നമസ്തേ. കഫ്ലിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ റിയാക്ഷൻ എന്താണ്? വാർ ടു എല്ലാരും കണ്ടു കാണും. ഋത്തിക് റോഷന്റെ വാർ 2. വാർ ഫസ്റ്റ് കണ്ടിട്ടില്ലാത്തവർ എന്തായാലും കാണണം. കാണാത്തവര് കാണുമല്ലേ? അല്ല, ഈ പടം കാണാൻ പോണവർ എന്തായാലും ഫസ്റ്റ് കാണണം, എന്നാലേ അതിന്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. അല്ല, എല്ലാരും വാർ 2 വാർ 1 കാണാതെ കാണൂല. അത് കാണൂലല്ലോ. എന്നാലും കാണാത്തവരെ ഉണ്ടെങ്കിൽ കാണുക, അത്രേ ഉള്ളു. നല്ല പടമാണ്, അതുകൊണ്ടാണ്. കണ്ടോക്കാം. ടീസറാണേ. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഇന്ത്യസ് ബെസ്റ്റ് സോൾജർ. പൈസ ഉണ്ട്, പൈസ ഇറക്കുമ്പോ വരും. എന്റെ മോനെ റോഷന്റെ ഇത് ഇങ്ങനെ കഴിഞ്ഞിട്ടുള്ള കേട്ടോ, ഈ കാര്യത്തിൽ മാത്രം. എന്റെ മോനെ മറ്റേ വാർ ഫസ്റ്റിലെ ഒരു ഷോട്ട് ഉണ്ട് ഇങ്ങനെ ഇരിക്കണത്. നമ്മുടെ കപ്പലുണ്ട്, ട്രെയിനുണ്ട്, കാറുണ്ട്, കയറുണ്ട്. നമ്മളെവിടെ വിജയം ചെയ്യും. എന്താ ലുക്കട എങ്ങനെ. ഇത് ഉറപ്പായിട്ട് അടി തന്നെ ഉണ്ട്. ആക്ഷനാണ് വാർ 2. സ്വാഭാവികം. അത് കഴിഞ്ഞ വാർ ഏകദേശം ഇൻഡിപെൻഡൻസ് ഡേ ആ ടൈമിലൊക്കെ തന്നെ, സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ എപ്പോഴും അതൊക്കെ തന്നെ, ആ ടൈമിലൊക്കെ തന്നെ ഇവർ ഇറക്കണം, ആ ടൈമിലൊക്കെ തന്നെ. പിന്നെന്താ ഋത്തിക് റോഷന്റെ എപ്പോഴും ഋത്തിക് റോഷൻ ഇതൊക്കെയാണ്, ഈ പരിപാടിയൊക്കെയാണ് നല്ലത്. മതി, വല്ലപ്പോഴും വന്ന് ഇങ്ങനെ ഒരു പടം ഇറക്കും, ഇറ്റു അടിച്ചങ്ങ് പോകും. അടുത്ത 1000 കോടി മിക്കാറായിരിക്കും. ഇങ്ങനെ ഒരു കാര്യം എങ്ങനെ. ട്രെയിൻ ഉണ്ട്, കിടിലം സ്ഥലങ്ങള്, ഷോട്ടുകളൊക്കെയാണ്. ഇതിപ്പോ സിമ്പിൾ ഒരു ടീസറേ, ഓരോ ഫ്രെയിംസിനും ആവശ്യമുള്ള എല്ലാം കിട്ടും. ഇനിയിപ്പോ ട്രെയിലർ വരുമ്പോ അതിനകത്ത് എല്ലാം കാണും. പിന്നെ ഈ പറഞ്ഞ കണക്ക് മറ്റേ ഡ്രോണല്ല, മറ്റേ ഇതിലൊക്കെ പോണത്, എന്താ ഫ്ലൈറ്റ് ജെറ്റിലൊക്കെ പോണത് നമ്മൾ വിജയം ചെയ്തിട്ടുണ്ട്. ഈസ്റ്റില് ചെയ്തിട്ടുണ്ട്. സല്യൂട്ട് തന്നെ, സല്യൂട്ട് ആയിരിക്കും. ഹോളിവുഡ് ഒക്കെ അവര് ഏതാ ഇത് വിജയണ്ണം ചെയ്തെന്നൊക്കെയാണ് പറയണത്. അത് നോക്കൂല, അത് ഉറപ്പായിട്ടും നമ്മൾ ചെയ്താലേ പ്രശ്നമുള്ളൂ. പക്ഷെ വേറെ കാര്യമുണ്ട് കേട്ടോ, പൃഥ്വിരാജ് പണ്ട് നമ്മൾ ഇലുമിനാറ്റി എന്ന് പറഞ്ഞ് കളിയാക്കുമെങ്കിലും പണ്ട് പൃഥ്വിരാജ് പറഞ്ഞ കാര്യമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അത് ബോളിവുഡ് എന്നാ ഹോളിവുഡ് എന്നാ, അല്ലെ ഹോളിവുഡ് എന്നും ബോളിവുഡ് എന്നാ ടോളിവുഡ് എന്നാ മോളിവുഡ് എന്നൊന്നും ഇല്ല. ഇപ്പൊ ഇന്ത്യൻ സിനിമയായി മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് തന്നെ എല്ലാവരും അഭിനയിക്കണത്. ഇപ്പൊ അങ്ങനെ ഒരു ഏറ്റവും കൂടുതൽ സംഭവം ഈ ഹോളിവുഡിൽ അവരുള്ളവരെല്ലാരും ബോളിവുഡിലുള്ള എല്ലാരും ഇപ്പൊ ഉറ്റു നോക്കുന്ന മലയാള സിനിമയിലാണ്. അവിടെ നിന്ന് എന്തെങ്കിലും എടുത്ത് ഇവിടെ റീമേക്ക് ചെയ്യുക. അക്ഷയ് കുമാറൊക്കെ അതേ ഉള്ളു റൈറ്റിങ്. അതുപോലെ മറ്റേ തുടരും, മിക്കവാറും അക്ഷയ് കുമാർ തന്നെ ഇരിക്കും തുടരും, അവിടുത്തെ തുടരും. ചിലപ്പോ എന്തെങ്കിലും മാറ്റും കേട്ടോ, മകൻ വേറെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. അംബാസഡർ കില്ലാടി ചെയ്ത്. പിന്നെ ലൂസിഫർ ചെയ്തില്ലേ മറ്റേ ഗോഡ് ഫാദർ എന്നൊക്കെ പറഞ്ഞ, അതൊക്കെ ഓരോ കോമഡി. റീമേക്ക് ചെയ്ത് ജിത്തു ജോസഫിനെയാണ് പലരും അവിടെ തന്നെ വിളിച്ചത്. പുള്ളിക്ക് പിന്നെ ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്ക് ആ പ്രഷർ ഇഷ്ടമല്ലേ, ഒരുപാട് പടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ഒരു ഫ്രീ ആയിട്ടൊക്കെ ചെയ്യണം, അങ്ങനെയുള്ളതാണ്. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങളും. എന്തായാലും നല്ലൊരു ടീസർ. ഇപ്പൊ സത്യം പറഞ്ഞാൽ മലയാളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ മലയാളത്തിൽ ഇപ്പൊ എല്ലാം നല്ല പടങ്ങളാണ്.
ഇപ്പൊ പഴയ പോലെ അങ്ങനെ പടങ്ങൾ ഇറക്കി ആരും വിജയിപ്പിക്കില്ലെന്ന് കൺഫേം ആയി. അതുകൊണ്ട് എല്ലാരും ചിന്തിച്ചു തന്നെ ഇപ്പൊ ഇറങ്ങിയ മറ്റേ പടക്കളമാണെങ്കിലും തട്ടിക്കൂട്ട് പരിപാടി ഇപ്പൊ വരണില്ല അധികം. എല്ലാ പടക്കളമാണെങ്കിലും പിന്നെ ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എല്ലാം നല്ല പടങ്ങൾ ഇപ്പൊ പിന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങളാണ്. പടക്കളത്തിലൊക്കെ നല്ല കിടിലം പടം. ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലം തൊട്ട് നമ്മള് വീണ്ടും അപ്പൊ ഞങ്ങൾ പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടനെ വരും. അന്റിൽ ദെൻ ലൈൻ കട്ട്.